എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്, പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അതുപോലെ ഓൾറെഡി നമുക്കൊരു ടെലിഗ്രാം ചാനൽ കൂടിയുണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ ഡെയിലി ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ ഡെയിലി സബ്ജക്റ്റ് വൈസ് എക്സാംസ്, അതുപോലെ വീക്ക്ലി മോഡൽ എക്സാം, അതുപോലെ നോട്ട്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടേൺ ടു സക്സസ് എന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അതിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഇന്ത്യൻ ഭരണഘടനയാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായി എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. ആ കടമെടുത്ത ആശയങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് ലോകത്തെ ഏറ്റവും വലിയൊരു ഭരണഘടനയായിട്ട് ഇന്ത്യയുടേത് മാറി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കടമെടുത്ത ആശയങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം. പല രാജ്യങ്ങളിൽ നിന്നായിട്ട് പലതരം ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. അല്ല, ആദ്യത്തേതാണ് ഇത് അമേരിക്ക. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒറ്റ കോഡ് പഠിച്ചു വെച്ചാൽ മതി. മൗലവി ECG ആസ്വദിച്ചു. മൗലവി ECG ആസ്വദിച്ചു. അപ്പം നമുക്ക് നോക്കാം, എന്താണ് ഈ മൗലവിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൗലികാവകാശമാണ്. മൗലികാവകാശമാണ്. ല എന്ന് പറഞ്ഞാൽ ലിഖിത ഭരണഘടന. ബി എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡൻ്റാണ്. വി ഏതാണ്? വൈസ് പ്രസിഡൻ്റാണ്. ഈ ഇംപീച്ച്മെൻറ്റ് അല്ലേ, ഇംപീച്ച്മെൻറ്റ്. സി അല്ലെങ്കിൽ സ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി. ജുഡീഷ്യൽ റിവ്യൂ ആണ്. ഏതാണ്? ആമുഖാണ്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ മൗലികാവകാശം, ലിഖിത ഭരണഘടന, വി വൈസ് പ്രസിഡൻറ്റ്, ഈ ഇംപീച്ച്മെൻറ്റ്. എന്താണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇംപീച്ച്മെൻറ്റ് നമുക്കറിയാം എന്താണ്, ഈ പറഞ്ഞ ഈ നീക്കം ചെയ്യുന്നത്, അതായത് ഭരണത്തലവന്മാരെ നീക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ ഭരണത്തലവന്മാരെയോ ഈ പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനൊക്കെ ഇംപീച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്ത് നിന്ന്, ഒരു പദവിയിൽ നിന്ന് അവരെ നീക്കം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുക. പിന്നെ സുപ്രീം കോടതി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, നമ്മൾ ആർട്ടിക്കിൾ 13 അല്ലേ, ഭരണഘടനയിൽ ആർട്ടിക്കിൾ 13 പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് കോടതിക്ക് എന്ത് ചെയ്യുക, റദ്ദ് ചെയ്യാൻ പറ്റും. അത്തരം നിയമങ്ങൾ റദ്ദ് ചെയ്യാനുള്ള എന്താണ്, കോടതിൻ്റെ അധികാരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പിന്നെ ആമുഖം, അതുപോലെ തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്, അതായത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി സിസ്റ്റം. അപ്പോൾ അമേരിക്ക നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ആണ് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൂടെ പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ബ്രിട്ടൻ പഠിക്കാൻ വേണ്ടി നമ്മളൊരു കഥ ഓർത്തിരുന്നു. നമുക്കൊരു കഥയിലൂടെ എന്ത് ചെയ്യുക, ബ്രിട്ടൻ ഇന്ത്യൻ ഭരണഘടന ഏതൊക്കെ ആശയം കടമെടുത്തിട്ടുള്ള കാര്യം പഠിക്കാം. ജസ്റ്റ് ഒരു കഥയിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്ന കഥ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ കണ്ണടച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഥ പറയാം, നിങ്ങൾ നൈസായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പം ലണ്ടൻ എന്ന ഒരു മനോഹരമായ ഒരു സിറ്റി ഇമാജിൻ ചെയ്ത്. ലണ്ടൻ എന്നൊരു മനോഹരമായ ഒരു സിറ്റി, കുറേ ബിൽഡിങ്ങും കാര്യങ്ങളായിട്ട് ലണ്ടൻ എന്നൊരു മനോഹരമായ ഒരു സിറ്റി. നമുക്കറിയാം അവിടെ ഒരുപാട് ഇന്ത്യക്കാരുണ്ടല്ലേ, ഒരുപാട് ഇന്ത്യക്കാർ ഇപ്പോൾ UK അല്ലെങ്കിൽ ലണ്ടനിലുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരുടെ, ലണ്ടനിലുള്ള ഇന്ത്യക്കാരുടെ ഒരു പരിപാടി നടക്കുകയാണ്. അവിടെ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്താണ് ഇൻവൈറ്റ് ചെയ്യാണ്. ആ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊന്ന് മോദിനെയൊക്കെ ഒന്ന് ആലോചിച്ച് നല്ല താടിയൊക്കെ വെച്ചിട്ട് എന്താണ് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മോദി എങ്ങോട്ട് പോവാണ്, ലണ്ടനിലോട്ട് പോവാണ്. അപ്പോൾ ലണ്ടൻ എന്നൊരു മനോഹരമായ ഒരു സിറ്റി, ആ സിറ്റിയിലെ പരിപാടിയിൽ ആ സിറ്റിയിൽ നടക്കുന്ന ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പോവുകയാണ്. പ്രധാനമന്ത്രി നേരെ എങ്ങോട്ടാണ് പോകുന്നത്? പ്രധാനമന്ത്രി നേരെ ആ പരിപാടി നടക്കുന്നിടത്തേക്കല്ല പോകുന്നത്. നേരെ പോയ എങ്ങോട്ടാണ്? നേരെ പ്രധാനമന്ത്രി പോകുന്നത് ഇവിടെ നിന്ന് ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ്. എവിടെയാണ് പോകുന്നത്? ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മളെ പ്രധാനമന്ത്രി ഇങ്ങനെ പുറത്തിറങ്ങി വരികയാണ്. ഒന്ന് ഇമാജിൻ ചെയ്ത്, ബ്യൂട്ടി പാർലറിൽ നിന്ന് പ്രധാനമന്ത്രി പുറത്തിറങ്ങി വരികയാണ്. ഓക്കെ, എന്നിട്ട് നേരെ
പുറത്തിറങ്ങിയിട്ട് നേരെ എന്ത് ചെയ്യാണ്, അപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ നേരെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, ഇന്ത്യേൻ്റെ പ്രധാനമന്ത്രിയാണല്ലേ, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്യാമറയൊക്കെ തൂക്കി പ്രധാനമന്ത്രീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറേ ക്യാമറയിൽ കുറേ ആൾക്കാരൊക്കെ കൂടി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി നേരെ പുറത്തേക്ക് വന്നിട്ട് ഒരു കാറിൽ പ്രധാനമന്ത്രി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാറ് വരികയാണ്. ഏത് കാറിലാണ് പോകുന്നത്? പരിപാടി നടക്കുന്നിടത്തേക്ക് പോകണം അല്ലേ, കാറിലാണ് പോകുന്നത്. ഏത് കാറിലാണ് പോകുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് വെറും ലോക്കൽ കാറിലൊന്നും പോകാൻ പറ്റുന്നില്ല. പ്രധാനമന്ത്രി പോകുന്നത് ഓഡി കാറിലാണ്. ഏത് കാറിലാണ് പോകുന്നത്? ഓഡി കാറിലാണ് പോകുന്നത്. അപ്പോൾ ഓഡി കാറിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പരിപാടി നടക്കുന്നിടത്തേക്ക് പോവാണ്. അപ്പോൾ ലണ്ടൻ എന്നൊരു മനോഹരമായൊരു സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുകയാണ്. നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. അങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് കുറേ ആൾക്കാർ ക്യാമറയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഒരു ഓഡി കാറിൽ കയറിയിട്ട് പ്രധാനമന്ത്രി എങ്ങോട്ട് പോവാണ്? പരിപാടി നടക്കുന്നിടത്തേക്ക് പോവാണ്. അങ്ങനെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തി. പക്ഷെ അവിടെ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമന്ത്രി വലിയൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ മൊത്തം സ്പീക്കറൊക്കെ കിട്ടിയിട്ടുണ്ട്. മൊത്തം സ്പീക്കറൊക്കെ ഉണ്ട്. അത് നല്ല ആൾക്കൂട്ടം ഉണ്ട്. പ്രധാനമന്ത്രി വരുന്ന പരിപാടി ആയതുകൊണ്ട് നല്ല ആൾക്കൂട്ടം ഉണ്ട്. മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, സ്പീക്കറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പരിപാടി പങ്കെടുത്ത് പ്രധാനമന്ത്രി എന്ത് ചെയ്യാണ്, തിരിച്ചു പോവാണ്. പ്രധാനമന്ത്രി തിരിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, റിട്ടേൺ പോകുന്ന സമയത്ത് പ്രധാനമന്ത്രി എന്ത് ചെയ്യാണ്, റിട്ടേൺ പോവാണ്. ഈ റിട്ടേൺ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഓടിക്കാരൻ എന്ത് ചെയ്തു, ടയർ എന്ത് ചെയ്തു, പഞ്ചറായി. ടയർ എന്ത് ചെയ്തു, ഓടിക്കാർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ ടയർ എന്ത് ചെയ്തു, പഞ്ചറായി. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഈ ഓടിക്കാരൻ്റെ ഡ്രൈവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ലോ പ്രൈസിൽ ഒരു ക്യാബ് തിരഞ്ഞെടുത്തു. ലോ പ്രൈസിൽ ഒരു ക്യാബ് തിരഞ്ഞെടുത്തിട്ട് ആ ക്യാബിൽ എന്ത് ചെയ്തു, റിട്ടേൺ പോയി. ലോ പ്രൈസിൽ എന്ത് ചെയ്തു, ഒരു ക്യാബ് തിരഞ്ഞെടുത്തു. ആ ക്യാബിൽ എന്ത് ചെയ്തു, റിട്ടേൺ പോയി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കഥയൊന്നും ഓർത്ത് നോക്കിയേ. ലണ്ടൻ എന്ന ഒരു മനോഹരമായൊരു സിറ്റി. അവിടുത്തെ പരിപാടിയിലോട്ട് ആര് പോവാണ്? പ്രധാനമന്ത്രി പോവാണ്. നേരെ എങ്ങോട്ട് പോവാണ്? ബ്യൂട്ടി പാർലറിലോട്ട് പോവാണ്. ബ്യൂട്ടി പാർലറിലോട്ട് പോവാണ്. പുറത്തിറങ്ങുമ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായി പുറത്തിറങ്ങുമ്പോൾ ക്യാമറയും തൂക്കി കുറേ ആൾക്കാരുണ്ട് അല്ലേ. എന്നിട്ട് നേരെ ഓടി കാറിൽ പരിപാടി നടത്തുന്നിടത്ത് പോവാണ്. അവിടെ എത്തുമ്പോൾ എന്താ അവസ്ഥ? അവിടെ എത്തുമ്പോൾ ചുറ്റും ആൾക്കൂട്ടമുണ്ട്, നല്ലൊരു ആൾക്കൂട്ടമുണ്ട്. ചുറ്റും ക്യാമറ, ചുറ്റും സ്പീക്കറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ റിട്ടേൺ പോകുന്ന സമയത്ത്, പരിപാടി കഴിഞ്ഞ് റിട്ടേൺ പോകുന്ന സമയത്ത് കാർ എന്ത് ചെയ്തു, പഞ്ചറായി. അങ്ങനെ എന്ത് ചെയ്തു, ആ ഡ്രൈവർ എന്ത് ചെയ്തു, ലോ പ്രൈസിൽ ഒരു ക്യാബ് തിരഞ്ഞെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെ ആശയങ്ങളാണെന്നുള്ള കാര്യം നോക്കാം. അല്ല, ആദ്യത്തെ ആരാ പരിപാടി പങ്കെടുക്കാൻ പോകുന്നത്? ലണ്ടൻ എന്നൊരു മനോഹരമായൊരു സിറ്റിയാണ് അല്ലേ. അപ്പോൾ സിറ്റിയിൽ സിറ്റി ലണ്ടൻ എന്ന മനോഹരമായൊരു സിറ്റി, ആ സിറ്റിയിൽ നിന്ന് എന്ത് കിട്ടും? സിറ്റിസൺഷിപ്പ് എന്ന് കിട്ടും. എന്താണ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം? ആരാ പോകുന്നത്? പ്രധാനമന്ത്രി. അപ്പോൾ അടുത്ത ആശയം ഏതാണ്? പ്രധാനമന്ത്രി. എവിടെയാണ് നേരെ പോകുന്നത്? ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. ബ്യൂട്ടി പാർലർ. ആ പാർലറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പാർലമെൻ്ററി സമ്പ്രദായം. ഏതാണ്? പാർലമെൻ്ററി സമ്പ്രദായം. പുറത്തിറങ്ങുമ്പോൾ എന്താ അവസ്ഥ? ക്യാമറയും തൂക്കി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുണ്ട് ക്യാമറ എന്ത് കിട്ടും? ബൈ ക്യാമറലിസം അല്ലെങ്കിൽ എന്ത് പറയും? ദ്വിമണ്ഡല സമ്പ്രദായം. ഇന്ത്യയിൽ രാജ്യസഭയും ലോകസഭയും ഇല്ലേ, ദ്വിമണ്ഡല സമ്പ്രദായം. എവിടുന്ന? ബ്രിട്ടൻ എന്നാണ് കടമെടുത്തത് അല്ലേ. പിന്നെ നേരെ ഓഡി കാറിലാണ് പോകുന്നത്. ഓഡി കാർ അതായത് ഓഡിറ്റർ ആൻഡ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് CAG. എന്നിട്ട് നേരെ ഓഡിക്കാറിൽ പോയി പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എന്താണ്? മൊത്തം ആൾക്കൂട്ടാണ്. അവിടെ എന്താണ്? മൊത്തം ആൾക്കൂട്ടാണ്. ആൾക്കൂട്ടത്തിൽ നിന്ന് എന്ത് കിട്ടും? കൂട്ട ഉത്തരവാദിത്വം. എന്ത് കിട്ടും? കൂട്ട ഉത്തരവാദിത്വം അല്ലേ. അതുപോലെ തന്നെ മൊത്തം സ്പീക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി? സ്പീക്കർ. എന്താണ്? സ്പീക്കർ കിട്ടി. റിട്ടേൺ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിട്ട്. നെക്സ്റ്റ് കാറ് പഞ്ചറായ ശേഷം ലോ പ്രൈസിൽ ക്യാബ് തിരഞ്ഞെടുത്തു. ലോ പ്രൈസ്. ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ലോ എന്ന് പറഞ്ഞാൽ LOW ലോ ആണ് വരിക. പക്ഷെ ലോ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളത് നിയമം അല്ലെ. നിയമ വാഴ്ച. ലോ പ്രൈസിൽ ക്യാബിനറ്റ് സിസ്റ്റം. തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. ഇത്രയും ആശയങ്ങളാണ് ഇന്ത്യ എവിടുന്ന് കടമെടുത്തതെന്ന് പറഞ്ഞാൽ ബ്രിട്ടന് കടമെടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഈ ഒരു സ്റ്റോറി ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രാജ്യത്തു നിന്ന് കടമെടുത്ത ആശയങ്ങൾ നോക്കാം. അതാണ് ഇത് ഓസ്ട്രേലിയ. ഏതാണ്? ഓസ്ട്രേലിയ. അതല്ലേ, നമുക്കറിയാം ഓസ്ട്രേലിയയിൽ നിന്ന് പ്രധാനമായിട്ടും കുറച്ച് ആശയങ്ങൾ കണ്ടെടുത്ത് ജസ്റ്റ് ഒരു കോഡ് പഠിച്ചു നോക്കുക. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് വ്യാപാരം ചെയ്താൽ കറണ്ട് പോവും. ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് വ്യാപാരം ചെയ്താൽ കറണ്ട് പോകും.
അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് എന്താണ് ഒരുമിച്ചിരിക്കുക. രാജ്യസഭയും ലോകസഭയും ഒരുമിച്ചിരിക്കുക. അതിന് നമ്മൾ എന്താ പറയുക? രാജ്യസഭയും ലോകസഭയും ഒരുമിച്ചിരിക്കുക. അതിന് നമ്മൾ എന്താ പറയുക? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. ആർട്ടിക്കിൾ 108 പറയുന്നത്, അല്ലെ? ആർട്ടിക്കിൾ 108 ഇതിനെ പറ്റി പറയുന്നത്, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. അടുത്ത്, ഒരുമിച്ചിരുന്ന് വ്യാപാരം ചെയ്താൽ വാണിജ്യ വ്യാപാര കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാരം, അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാരം. കറണ്ട് പോവും. എന്താണ്? കറണ്ട് പോവും. കൺകറണ്ട് ലിസ്റ്റ്, അല്ലേ? കൺകറണ്ട് ലിസ്റ്റ്, അല്ലേ? നമ്മൾ ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ ഇതിൽ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. അത് രണ്ടും കടമെടുത്ത് എവിടുന്നായിരുന്നു? കാനഡയിൽ നിന്നായിരുന്നു. ഓക്കെ, പക്ഷേ ഈ കൺകറണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയം കടമെടുത്ത് എവിടുന്നാണ്? അത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. നെക്സ്റ്റ് രാജ്യമാണ് ഇത് അയർലൻഡ് സ്ഥിരമായിട്ട് PSC ചോദിക്കാറുണ്ടല്ലേ. ഈ പറഞ്ഞ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് എവിടുന്ന് കടമെടുത്തുന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു കോഡ് നോക്കാം. അയർലൻഡിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ മാർഗം നിർദ്ദേശിച്ചത് രാജ്യസഭയിൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അയർലൻഡിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന ആശയം എവിടെ നിന്നാണ് എടുത്തത്? അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്ത് എവിടെ നിന്നാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. പക്ഷേ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം എന്ന് പറഞ്ഞ് PSC ചോദിക്കാറുണ്ട്. അതേതാണ്? സ്പെയിനാണ്. പക്ഷേ ഇന്ത്യ കടമെടുത്ത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മാർഗം നിർദ്ദേശിച്ചത് രാജ്യസഭയിൽ. അതായത് രാജ്യസഭയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? അംഗങ്ങളെ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി കടമെടുത്ത് എവിടുന്നാണ്? അത് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി എവിടുന്നാണ് കടമെടുത്തത്? അത് അയർലൻഡിൽ നിന്നാണ്. അതായത് ടോട്ടൽ രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. അതിൽ 12 അംഗങ്ങൾ എന്ത് ചെയ്യും? രാഷ്ട്രപതി നേരിട്ട് എന്ത് ചെയ്യും? നാമനിർദ്ദേശം ചെയ്യും. ആ രീതി കടമെടുത്ത് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. 238 പേര് എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന നിയമസഭകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നുണ്ട്. ആ രീതി കടമെടുത്ത് എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി കടമെടുത്ത് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതായത് 12 പേര് എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതി നേരിട്ട് എന്ത് ചെയ്യുന്നു? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. അത് അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. പക്ഷേ ബാക്കി ടോട്ടൽ 250 ആൾക്കാരാണ് രാജ്യസഭാംഗങ്ങൾ വരിക. 12 പേരെ നോമിനേറ്റഡ് ആണ്. 238 പേരെന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. ഈ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ ഇലക്ട് ചെയ്യുന്ന രീതി എവിടെ, അല്ലെങ്കിൽ 238 എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പറയും ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ 12 എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അതുകൂടാണ്ട് പ്രധാനപ്പെട്ട ഒരു കടമെടുത്ത വേറൊരു ആശയമാണ് ഭരണഘടനാ ഭേദഗതി. അതായത് ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പരാമർശിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി, ഇത് രണ്ടും കടമെടുത്ത ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. നമ്മൾ സ്ലൈഡിൽ ദക്ഷിണാഫ്രിക്കേൻ്റെ വിവിധ തലസ്ഥാനങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി എന്ത് ചെയ്യാം? ഒന്ന് പഠിക്കാം. ഓക്കെ, അടുത്ത രാജ്യമാണ് ഇത് കാനഡയിൽ നിന്ന് ഇന്ത്യ ഒരുപാട് ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ അവശിഷ്ട അധികാരം അല്ലെങ്കിൽ എന്താ പറയും? റെസിജ്വൽ പവർ എന്ന് പറയും. അതായത് ആർട്ടിക്കിൾ 248 ആർട്ടിക്കിൾ 248 ഇതിനെ പറ്റി പറയുന്നത്, കേന്ദ്രത്തിൻ്റെ അവശിഷ്ട അധികാരത്തെ പറ്റി പറയുന്നത്. അതായത് എന്താണ്? ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാതെ, അതായത് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആയിരിക്കും? അത് കേന്ദ്രത്തിനായിരിക്കും. ഈ പറഞ്ഞ സൈബർ ലോ, ഇ-കൊമേഴ്സ് ഒക്കെയാണ് ഇതിൽ വരിക, റെസിജ്വൽ പവേഴ്സിൽ വരിക. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്. നമുക്ക് പറയും കേന്ദ്രത്തിനാണ് ഇന്ത്യയിലേക്ക് പവർ കൂടുതൽ. ഈ ആശയം ഇവിടെ നിന്നാണ് കണ്ടെടുത്തത്? കാനഡയിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, അതായത് ആർട്ടിക്കിൾ 143 ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം. സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 143 അത് ഇവിടുന്ന് കടമെടുത്ത് കാനഡയിൽ നിന്നാണ്. പിന്നെ ഫെഡറൽ സംവിധാനം, അതുപോലെ തന്നെ ഗവർണറുടെ നിയമനം, അതായത് ഗവർണറുടെ നിയമനം കടമെടുത്ത് കാനഡയിൽ നിന്നാണ്. ഓക്കെ, പക്ഷേ ഗവർണർ എന്ന പദവി കടമെടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. നമുക്ക് അതിലോട്ട് പോകുമ്പോൾ അത് നോക്കാം. ഓക്കെ,
അടുത്തതാണ് ഇത് റഷ്യ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ പഴയ നമ്മുടെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR. ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും തരിക പേര്. റഷ്യ, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR അല്ലേ. അവിടുത്തെ പ്രധാനമായിട്ടും കണ്ടെടുത്ത 2 ആശയങ്ങളാണ്. പ്രധാനമായിട്ടും ഒന്ന് പഞ്ചവത്സര പദ്ധതി, അതായത് 5 ഇയർ പ്ലാന്. അതുപോലെ തന്നെ മൗലിക കടമ, അതായത് 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയൊരു സംഭവമാണ് ഇത്. ആർട്ടിക്കിൾ 51A പറയുന്നതാണ് മൗലിക കടമ, അല്ലെങ്കിൽ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത് കണ്ടെടുത്ത എവിടുന്നാണ്? റഷ്യ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന നമ്മളെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യങ്ങളായിട്ട് നാല് ലക്ഷ്യങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നത്. ഭരണഘടനയുടെ ലക്ഷ്യങ്ങളായിട്ട് ആമുഖത്തിൽ പരാമർശിച്ച 4 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇത് നീതി അല്ലെങ്കിൽ ജസ്റ്റിസ്. അത് കടമെടുത്ത എവിടുന്നാണ്? അത് കടമെടുത്തത് റഷ്യ എന്നാണ് കടമെടുത്തത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതി, മൗലിക കടമ, അതുപോലെ തന്നെ ആമുഖത്തിൽ ഭരണഘടന ലക്ഷ്യമായിട്ട് പരാമർശിക്കുന്ന നീതി അല്ലെങ്കിൽ എന്താണ്? ജസ്റ്റിസ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം USSR അല്ലെങ്കിൽ USSRന്റെ ഫുൾ ഫോമാണ് ഇത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് അല്ലേ. അത് വന്നത് എപ്പോഴാണ്? 1922 ഈ സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുന്നത്. പിന്നീട് 1991 ഡിസംബറിലാണ് ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനം ഉണ്ടാകുന്നത്. അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഭരണഘടനേൻ്റെ ആമുഖത്തിൽ പരാമർശിക്കുന്ന 4 ലക്ഷ്യങ്ങളുണ്ട് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളായിട്ട്. അതിലൊന്നാണ്, ഒന്ന് നീതിയാണ്. ബാക്കി 3 വരുന്ന ഏതൊക്കെയാണ്? റിപ്പബ്ലിക്ക് അല്ല, എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. ഇത് 3 കടമെടുത്ത എവിടുന്നാണ്? ഇത് 3 കടമെടുത്ത് ഫ്രാൻസ് എന്നാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ആശയം കടമെടുത്ത എവിടുന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് അല്ലേ. റിപ്പബ്ലിക് എവിടുന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഫ്രാൻസിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് ഏതൊക്കെ? റിപ്പബ്ലിക്ക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന വിപ്ലവങ്ങൾ ഏതാണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഏതൊക്കെ വിപ്ലവങ്ങളെ പറ്റി പരോക്ഷമായി പരാമർശിക്കുന്നു വെച്ചാൽ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് വന്ന നീതിയും, ഈ 2 വിപ്ലവത്തെ പറ്റിയിട്ടും നമ്മളെ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരോക്ഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഏതാണ്? ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരെന്നുള്ള കാര്യം. അതാരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. കാരണം അവിടെ ഒളിമ്പിക്സ് ഒക്കെ നടന്നതാണ്. ഒളിമ്പിക്സ് ഒക്കെ നടന്നുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആണ് ആര്? ഇമ്മാനുവൽ മാക്രോൺ അല്ലേ. തലസ്ഥാനം എന്ന് പറഞ്ഞാൽ പാരീസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ള എവിടുന്നാണ്? അത് ഏത് രാജ്യത്തൊന്നുമല്ല, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്ടിനെ എന്ത് വിളിക്കുന്നത്? ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ഇന്ത്യ കണ്ടെടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒരു കോഡ് പഠിച്ചു വെച്ചാൽ മതി. 1935 PSC കോടതിയിൽ അടിയന്തിരമായി ഗവർണർ വന്നു. 1935 PSC കോടതിയിൽ അടിയന്തിരമായി ഗവർണർ വന്നു. അപ്പോൾ 1935 അത് ആക്ച്വലി എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഈ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ കോടതിയിൽ, ഫെഡറൽ കോടതിയിൽ ഏതാണ്? ഫെഡറൽ കോടതിയിൽ അടിയന്തിരമായി, അടിയന്തരാവസ്ഥ, ഗവർണർ എന്ന പദവി. ഗവർണറുടെ നിയമനം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. എവിടുന്നാണ് അത്? കാനഡയിൽ നിന്നാണ്. പക്ഷേ ഗവർണർ എന്ന പദവി എവിടുന്നാണ്? അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ആശയം കണ്ടെടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു നമുക്കറിയാം അല്ലേ. ആർട്ടിക്കിൾ 19 21 എന്ത് ചെയ്യും? 20 21 റദ്ദ് അല്ലേ. 21 ഇത് റദ്ദ് ചെയ്യുന്നത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നത്, ആ ഒരാശയം കടമെടുത്തത് അടിയന്തരാവസ്ഥക്ക് ഈ പറഞ്ഞ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന ആശയം കടമെടുത്തത് അത് എവിടുന്നാണ്? ജർമ്മനിയിലെ വെയ്മർ ഭരണഘടന അല്ലെങ്കിൽ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഏത് കടമെടുത്ത? മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും അടിയന്തരാവസ്ഥ കാലത്ത് എന്ന് പറഞ്ഞ ആശയം കടമെടുത്ത ജർമ്മനിയിലെ വെയ്മർ ഭരണഘടനയിൽ നിന്നാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.